ഈ കോടതിക്ക് മുകളിൽ വേറെയും കോടതികളുണ്ട്. അവിടൊക്കെ നിന്ന് വളരെ നിസ്സാരമായിട്ട് ഊരിപ്പോരാനും എനിക്കറിയാം. അത് നിങ്ങളുടെ സ്വപ്നം മാത്രം. ഏത് മേൽക്കോടതി പോയാലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നിങ്ങളെ ഞാൻ പൂട്ടും. പിന്നെ എങ്ങനെ സമയമുള്ളപ്പോ പോയി കണ്ടാ പോരെ? അതിന് ഞാനത് അമ്മയോട് പറഞ്ഞിട്ട് കേൾക്കണ്ടേ? മോളുടെ കൂട്ടുകാരിയല്ലേ, ഒന്ന് അവിടെ വരെ പോണ്ടേന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുക. പിന്നെ പോകാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. ഇനിയും നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ശരിക്കും എന്താ അമ്മേ സംഭവം? ആ കൊച്ചിന്റെ കാര്യത്തില് അമ്മ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നേ? എനിക്കൊരു വെപ്രാളവും ഇല്ല. ഞാൻ പോകുന്നില്ല. പോരെ. ഈ കോൾ എന്താണ് വരാത്തതെന്ന് ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. ഹലോ, അവന്തിക മാഡം, സുഖം തന്നെയല്ലേ? സുഗതൻ മേനോനെ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് താൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അയ്യോ മാഡം, അങ്ങനെ പറയല്ലേ. നേരത്തെ ഒന്ന് പറഞ്ഞാൽ അത് എന്തായാലും സ്വീകരിക്കാനുള്ള കാത്തിരിപ്പങ്ങ് തുടങ്ങാമായിരുന്നു. പരിഹസിക്കേണ്ടടോ. താൻ കരുതുന്ന പോലെ അതത്ര നിസ്സാരമായിരിക്കില്ല. ഒന്നും അങ്ങനെ നിസ്സാരമായിരിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതല്ലേ, സുഗതം മേനോനെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ അവിടെ നിന്ന് പൊക്കിയെടുക്കുമെന്ന്. പോലീസിനോടാണോ നിങ്ങളുടെ കളി? സുഗതം മേനോനെ അറസ്റ്റ് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞത്, ഒരു കൈവിലങ്ങ്. അതുകൊട്ടെ ഞാനങ്ങ് വരുന്നുണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ. ആ, അറസ്റ്റും ജയിലും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇതിനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഞാൻ തനിക്ക് തരുന്നുണ്ട്. അതെവിടെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? ഗോകുലിന്റെ വീട്ടിൽ. അതിന്റെ ആഘാതം താൻ വിചാരിക്കുന്നതിലും വലുതായിരിക്കും. കളിച്ച് കളിച്ച് കുടുംബത്തിൽ കയറി കളിച്ചാലുണ്ടല്ലോ, വച്ചക്കില്ല നിന്നെ ഞാൻ. നമുക്ക് കാണാം. കാണാനൊന്നുമില്ല മാഡം. ജീവിതത്തിന്റെ മറുകര താണ്ടിപ്പോയി മരണത്തെ മുട്ടി തിരിച്ചു വന്നവനാണ് ഈ ഞാൻ. അണയാൻ പോകുന്ന തീയുടെ അവസാനത്തെ ആളിക്കത്തൽ മാത്രമാണ് നിങ്ങളുടേത്. സാക്ഷികളും തെളിവുകളും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഈ കേസ് ഫ്രെയിം ചെയ്തതേ ഞാനാണ്. ശിഷ്ടകാലം കോടതി തരുന്ന ശിക്ഷയും ഏറ്റുവാങ്ങി ജയിലിൽ കിടക്കുക അല്ലാതെ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. കോടതിയും ശിക്ഷയൊക്കെ എനിക്ക് പുല്ല. ഈ കോടതിക്ക് മുകളിൽ വേറെയും കോടതികളുണ്ട്. അവിടൊക്കെ നിന്ന് വളരെ നിസ്സാരമായിട്ട് ഊരിപ്പോരാനും എനിക്കറിയാം. അത് നിങ്ങളുടെ സ്വപ്നം മാത്രം. ഏത് മേൽക്കോടതി പോയാലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നിങ്ങളെ ഞാൻ പൂട്ടും. ഇത്രയും കാലം നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെയൊക്കെ ഇവഞ്ചാലിറ്റി, ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. വൈകട്ടെ, കാണാം. അച്ചുമോളെ, നീ സമ്മർദ്ദയല്ല, അർച്ചനയാ എന്റെ അച്ചു. അമ്മേ, ദൈവമേ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്?
ഒരു ഭാഗത്ത് എൻ്റെ അമ്മ, ഇവിടെ എൻ്റെ ഗൗരിമോള്. ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കും? എനിക്ക് ജന്മം തന്ന അമ്മയും ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എൻ്റെ മനസ്സും ജീവിതവും കൊടുത്ത് വളർത്തിയ എൻ്റെ മോളും. എൻ്റെ മോളുടെ ജീവൻ എൻ്റെ കയ്യിലാ. അവളെ വിട്ട് ഞാൻ പോയാ ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. എൻ്റെ ഉള്ളിലെത്തി ആരടയ്ക്കുണ്ട് ദൈവമേ. അമ്മ എന്താ ആഹാരം കഴിക്കാഞ്ഞേ? ആ, അമ്മ ഇങ്ങനെ കാണിച്ചാ എനിക്ക് എങ്ങനെ ഒരു മനസ്സമാധാനം ഉണ്ടാവുന്നേ? മരുന്നൊന്നും മുടക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ? ആഹാരം കഴിക്കാതെ മരുന്ന് കഴിക്കാൻ പറ്റുമോ? ഉച്ചയ്ക്ക് മരുന്ന് നിന്നിട്ട് കഴിച്ചില്ലെന്ന് സ്നേഹ പറഞ്ഞു. അമ്മേ, ഇങ്ങനെ വാശി പിടിച്ച് എന്നെ വിഷമിപ്പിക്കില്ലേ? അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് എന്റെ മോളെയും കുഞ്ഞിനെയും വേണം. നീ എന്താ അവരെ പോയി കൊണ്ടുവരാത്തത്? അമ്മേ, അത് എളുപ്പം നടക്കുന്ന കാര്യമല്ലല്ലോ അമ്മേ. അതിന് കോടതി തീരുമാനിക്കണ്ടേ? അതെന്താ നടക്കാത്തത്? അവള് നിന്റെ ഭാര്യയല്ലേ? ഗൗരി നിന്റെ മോളല്ലേ? അവരെ കൂട്ടിക്കൊണ്ടുവരാൻ നിനക്ക് ഏത് കോടതിയാ അനുവാദം തരേണ്ടത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? അവക്കൊന്നും ഓർമ്മയില്ലല്ലോ. ഓർമ്മയില്ലെങ്കിൽ എന്താ? നീ പോയി അവളെ വിളിച്ചിറക്കി കൊണ്ടുവരണം. ആരും തടയില്ല. അല്ലെങ്കിൽ ഞാൻ കൂടെ വരാം. എന്റെ മോളെ അവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുവരാൻ എനിക്കറിയാം. നോക്കിക്കോ, നീ പോയില്ലെങ്കിൽ ഞാൻ പോവും. അമ്മേ, അമ്മ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. കോടതിയിലെത്തിയ കേസായതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാ അത് വീണ്ടും ഒരു കേസാവും. അതൊന്നും എനിക്കറിയണ്ട. ഇപ്പൊ എനിക്ക് എന്റെ മോളെയും കൊച്ചിനെയും കാണണം. നീ പോയി അവരെ വിളിച്ചോണ്ട് വരണം. ഈ രാത്രിയിലോ? നാളെ നേരം പുലരുന്ന വരെയുള്ള ആയുസ് ദൈവം എനിക്ക് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് സമാധാനത്തോടെ മരിക്കേണ്ടത്? എന്റെ മോളെയും കൊച്ചിനെയും വിളിച്ച് എന്റെ കൺമുന്നിൽ കൊണ്ടുവരാതെ നീ എന്റെ മുന്നിൽ വരണ്ട. അമ്മേ, നീ ഒന്നും പറയണ്ട. എന്റെ മോളെയും കൊച്ചിനെയും കാണാതെ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങത്തില്ല.